Hello students, welcome to my channel. ഇന്നത്തെ വീഡിയോ കോസ്റ്റ് അക്കൗണ്ടിംഗ് പേപ്പറിലെ പ്രോസസ് കോസ്റ്റിംഗ് എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 4 ആണ്. ഇതിന് മുന്നുള്ള ക്ലാസ്സുകൾ കാണാത്തവർക്കായി അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ടോപ്പിക്ക് സ്ക്രാപ്പിനെ കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോർമൽ ലോസിൽ ഉൾപ്പെടുന്നതാണ് സ്ക്രാപ്പ്, വേസ്റ്റ് എന്നെല്ലാം ഡിസ്കസ് ചെയ്തു. അതിൽ വേസ്റ്റിനൊരു ഉദാഹരണമാണ് ലോസ് ഇൻ വെയിറ്റ്. അത് എങ്ങനെയാണ് പ്രോസസ് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യുന്നത് എന്ന് നോക്കി. ലോസ് ഇൻ വെയിറ്റ് ക്വാണ്ടിറ്റി കോളത്തിൽ മാത്രമേ കാണിക്കുള്ളൂ, എമൗണ്ട് കോളത്തിൽ ഇല്ല. കാരണം അതിന് സെയിൽ വാല്യൂ ഇല്ലാത്തത് കാരണം. ഇനി സ്ക്രാപ്പ് എന്ന് പറയുന്നതിൽ സം റിയലൈസബിൾ വാല്യൂ, അതായത് സ്ക്രാപ്പ് എന്ന് പറയുന്നതിൽ നമുക്ക് റിയലൈസബിൾ വാല്യൂ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ എന്തെങ്കിലും ഒരു എമൗണ്ട് നമുക്ക് അതിൽ നിന്ന് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സ്ക്രാപ്പ് ഈസ് എ ഡിസ്കാർഡഡ് മെറ്റീരിയൽ ഹാവിങ് സം റിക്കവറി വാല്യൂ വിച്ച് ഈസ് യൂഷ്വലി ഡിസ്പോസ്ഡ് ഓഫ് വിത്തൗട്ട് ഫർദർ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഈ സ്ക്രാപ്പ് എന്ന് പറയുന്നത് ഡിസ്കാർഡ് ചെയ്യപ്പെട്ട മെറ്റീരിയൽസ് ആണ്, അതായത് ഉപയോഗശൂന്യമായി തള്ളിക്കളഞ്ഞ മെറ്റീരിയൽസ് ആണ്. പക്ഷെ അത് നമുക്ക് അധികം വീണ്ടും അതൊരു പ്രോസസ്സൊന്നും ചെയ്യാതെ തന്നെ വിറ്റ് കഴിഞ്ഞാൽ അതിൽ നിന്ന് ചെറിയൊരു എമൗണ്ട് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഈ സ്ക്രാപ്പ് എങ്ങനെയാണ് പ്രോസസ് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. Scrap should be credited in the concerned process account. The quantity of the scrap should be recorded in the quantity column and sale proceeds of scrap is recorded in amount column. Process അക്കൗണ്ടിൽ സ്ക്രാപ്പ് ക്രെഡിറ്റ് സൈഡ് ആണ് കാണിക്കുന്നത്, ക്വാണ്ടിറ്റി കോളത്തിലും കാണിക്കുന്നുണ്ട്. അത് വിറ്റ് കിട്ടുന്ന എമൗണ്ട് കോളത്തിലും കാണിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ നോക്കാം. ദ പ്രോഡക്റ്റ് ഓഫ് എ മാനുഫാക്ചറിങ് കമ്പനി പാസസ് ത്രൂ ടു പ്രോസസ് എ ആൻഡ് ബി ആൻഡ് ദെൻ ടു ഫിനിഷ്ഡ് സ്റ്റോക്ക്. ഇവിടെ ഒരു പ്രോഡക്റ്റ് ഫിനിഷ്ഡ് പ്രോഡക്റ്റായി മാറുന്നതിന് രണ്ട് പ്രോസസ്സുകളിലൂടെ കടന്നു പോകണം, പ്രോസസ് എ ആൻഡ് പ്രോസസ് ബി. ഇറ്റ് ഈസ് അസർട്ടൈൻഡ് ദാറ്റ് ഇൻ ഈച്ച് പ്രോസസ് 5% ഓഫ് ദ ടോട്ടൽ വെയ്റ്റ് പുട്ട് ഇൻ ഈസ് ലോസ്റ്റ്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എത്രയാണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതിൽ 5% ലോസ് ഇൻ വെയ്റ്റ് ആണ്. എത്ര ഇൻപുട്ടാണോ കൊടുക്കുന്നത് അതിൽ 5% ലോസ് ഇൻ വെയിറ്റ് ആണ്. ആൻഡ് 10% ഈസ് സ്ക്രാപ്പ്. ആ ഇൻപുട്ടിൽ 10% സ്ക്രാപ്പും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഈസ് റിയലൈസ്ഡ് ₹80 per ton ആൻഡ് ₹200 per ton റെസ്പെക്റ്റീവ്ലി. ഈ സ്ക്രാപ്പ് ഫസ്റ്റ് പ്രോസസ്സിലെ സ്ക്രാപ്പ് ₹80 റിയലൈസ് ചെയ്യുന്നു. അതുപോലെ സെക്കൻഡ് പ്രോസസ്സിലെ സ്ക്രാപ്പ് ₹200 ആണ് റിയലൈസ് ചെയ്യുന്നത്. മറ്റ് ഡീറ്റെയിൽസ് പറഞ്ഞിരിക്കുന്നത് മെറ്റീരിയൽസ് ഇൻ ടൺസ് 1070, കോസ്റ്റ് പെർ ടൺ ഇൻ റുപ്പീസ്. ഇവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിൻ്റെ കോസ്റ്റാണ് ഒരു ടണ്ണിന് 125, 200. വേജസ് ഇൻ റുപ്പീസ് 18,000, 12,000. മാനുഫാക്ചറിങ് എക്സ്പെൻസസ് 6,000, 5,000. പ്രിപ്പയർ പ്രോസസ് അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നോക്കാം. ഇവിടെ പ്രോസസ് എ അക്കൗണ്ടിൽ വരുന്ന ഡീറ്റെയിൽസ് ഒക്കെ എടുക്കാം. മെറ്റീരിയൽസ് 1000, അതിൻ്റെ റുപ്പീസ് വന്നിട്ട് ഒരു ടണ്ണിന് 125. ടു മെറ്റീരിയൽ ക്വാണ്ടിറ്റി കോളത്തിൽ 1000. പിന്നെ 125 ആണ് അതിൻ്റെ റേറ്റ് വരുന്നത് അറ്റ് റുപ്പീസ് 125. അപ്പോൾ 1,25,000 ആണ് മെറ്റീരിയൽ വരുന്നത്. ഇനി അടുത്തത് വേജസ് ആണ്. വേജസ് ഇൻ റുപ്പീസ് 18,000. വേജസ് എമൗണ്ട് കോളത്തിൽ മാത്രം. പിന്നെ അടുത്തത് മാനുഫാക്ചറിങ് എക്സ്പെൻസസ് 6,000. മാനുഫാക്ചറിങ് എക്സ്പെൻസസ് 6,000. അപ്പോൾ ഇതാണ് ഡെബിറ്റ് സൈഡ് വരുന്ന ഐറ്റംസ്. ഇനി ക്രെഡിറ്റ് സൈഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് പ്രോസസ് എയിൽ 5% ലോസ് ഇൻ വെയിറ്റ് ആണ്. എത്രയാണോ ഇൻപുട്ട് കൊടുക്കുന്നത് അതിൻ്റെ 5% ലോസ് ഇൻ വെയിറ്റ് ആണ്. 10% സ്ക്രാപ്പും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ എഴുതാം ബൈ ലോസ് ഇൻ വെയിറ്റ്. ഇവിടെ കൊടുക്കുന്ന ഇൻപുട്ട് 1000 ആണ്. അപ്പോൾ 1000ൻ്റെ
5% ആണ് ലോസ് ഇൻ വെയ്റ്റ്. ഇപ്പോൾ 50 ആണ് ക്വാണ്ടിറ്റി കോളത്തിലേക്ക് വരുന്നത്, എമൗണ്ട് കോളത്തിലില്ല. ഇനി അടുത്തത് സ്ക്രാപ്പ്. സ്ക്രാപ്പ് സോൾഡ് റിയലൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ക്രാപ്പ് സോൾഡ്. ഇവിടെ സ്ക്രാപ്പ് പറഞ്ഞിരിക്കുന്നത് എത്രയാണോ ഇൻപുട്ട് അതിൻ്റെ 10%. ഇപ്പോൾ 1000ൻ്റെ 10%. അപ്പോൾ 100 ആണ് സ്ക്രാപ്പിൻ്റെ ക്വാണ്ടിറ്റി വരുന്നത്. ഇനി അത് റിയലൈസ് ചെയ്യുന്നത് നോക്കാം. സ്ക്രാപ്പ് റിയലൈസ് ചെയ്യുന്നത് ₹80 per ton. അപ്പോൾ 100 into 80 rupees. അപ്പോൾ എമൗണ്ട് കോളത്തിലേക്ക് എഴുതേണ്ടത് 8000. ഇത്രയാണ് ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ഡീറ്റെയിൽസ്. ഓക്കെ, ഇനി നമുക്കിത് ആഡ് ചെയ്യാം. യൂണിറ്റ് കോളത്തിൽ 1000, $1,25,000 plus 18,000 plus 6,000. എമൗണ്ട് കോളത്തിൽ 1,49,000. യൂണിറ്റ് കോളത്തിൽ 1,49,000. ഇനി 1,49,000ൽ നിന്ന് 8,000 ലെസ് ചെയ്യുന്ന സമയത്ത് എമൗണ്ട് എത്രയാണ്? പ്രോസസ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പ്രോസസ് എ അക്കൗണ്ടാണ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇവിടുന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് അത് പ്രോസസ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പ്രോസസ് ബി അക്കൗണ്ട് ഈ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ 1000 ഇൻപുട്ടിൽ 50 ലോസ് ഇൻ വെയ്റ്റും ആണ്, സ്ക്രാപ്പ് 100 ഉണ്ട്. അങ്ങനെ 150 കുറയ്ക്കണം. 1000ൽ നിന്ന് 150 കുറയ്ക്കുക. അപ്പോൾ ഔട്ട്പുട്ട് പറയണത് 850. പ്രോസസ് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഔട്ട്പുട്ട് 850. ഇനി ഇതിൻ്റെ എമൗണ്ട് 1,49,000ൽ നിന്ന് 8,000 കുറയ്ക്കുക. 1,49,000 മൈനസ് 8,000. ഇപ്പോൾ 1,41,000. ഇനി കോസ്റ്റ് പെർ യൂണിറ്റ് നോക്കാം. കോസ്റ്റ് പെർ യൂണിറ്റ് 1,41,000 ഡിവൈഡഡ് ബൈ 850. കോസ്റ്റ് പെർ യൂണിറ്റ് 165.88 എന്ന് കിട്ടുന്നുണ്ട്. ഇതാണ് കോസ്റ്റ് പെർ യൂണിറ്റ്. ഇതാണ് പ്രോസസ് എ അക്കൗണ്ട്. ഇനി അടുത്ത് നമുക്ക് പ്രോസസ് ബി അക്കൗണ്ടിലേക്ക് ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. പ്രോസസ് ബി അക്കൗണ്ടിലേക്ക് എഴുതുന്ന സമയത്ത് ആദ്യം ഈ ട്രാൻസ്ഫർ ചെയ്തത് എഴുതുക. ടു പ്രോസസ് എ അക്കൗണ്ട്. പ്രോസസ് എ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തത് 850 ആണ് യൂണിറ്റ് കോളത്തിലേക്ക്. എമൗണ്ട് 1,41,000. ഓക്കെ, ഇനി ഈ പ്രോസസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, സെക്കൻഡ് പ്രോസസ്സിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് 70 ആണ്. അതിൻ്റെ കോസ്റ്റ് 200. മെറ്റീരിയൽസ് അറ്റ് ₹200. 70 ആണ് 200. ഇപ്പോൾ 70 into 200 14,000 എമൗണ്ട് കോളത്തിലേക്ക്. 70 യൂണിറ്റ്സ് 200 റേറ്റിൽ 14,000 ആണ് എമൗണ്ട് കോളത്തിലേക്ക് വരുന്നത്. വേജസ് ഇൻ ₹12,000. മാനുഫാക്ചറിങ് എക്സ്പെൻസ് 5,000. വേജസ് 12,000, മാനുഫാക്ചറിങ് എക്സ്പെൻസ് 5,000. ഇപ്പം ഇത്രയും ഡെബിറ്റ് സൈഡ് ഓക്കെ ആയി. നമുക്കിത് ടോട്ടൽ ചെയ്തിടാം.
850 plus 70. Unit കോളത്തിൽ 920. അടുത്ത 1,41,000 plus 14,000 plus 12,000 plus 5,000. അപ്പോൾ 1,72,000 ആണ് എമൗണ്ട് കോളത്തിൽ വരുന്നത്. ഇനി ക്രെഡിറ്റ് സൈഡ് എഴുതേണ്ടത് ബൈ ലോസ് ഇൻ വെയിറ്റ്. ബൈ ലോസ് ഇൻ വെയിറ്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? പ്രോസസ്, രണ്ട് പ്രോസസ്സിലും 5% ആണ്. ഇൻ ഈച്ച് പ്രോസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ഈച്ച് പ്രോസസ് 5% ടോട്ടൽ വെയിറ്റ് ഇൻപുട്ട് ഇൻ ഈസ് ലോസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും നമുക്ക് എത്രയാണോ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്, ഇവിടെ ഇൻപുട്ട് എത്രയാണ്? ടോട്ടൽ ഇൻപുട്ട് 850 നേരത്തെ പ്രോസസ്സിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തതും ഈ പ്രോസസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 70 ആണ്. അപ്പോൾ ഈ 920 എന്നുള്ളതിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ലോസ് ഇൻ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 920 എന്നുള്ള ഇൻപുട്ടിൽ, രണ്ടും കൂടെ ചേർത്തിയിട്ടുള്ള ഇൻപുട്ടിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കാരണം ടോട്ടൽ വെയിറ്റ് പുട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 920ൽ 5% കാൽക്കുലേറ്റ് ചെയ്യാം. 920 ഇൻറ്റു 5%. 46 ലോസ് ഇൻ വെയിറ്റ് 46 എമൗണ്ട് കോളത്തിൽ നില്ല്. ഇനി അടുത്തത് സ്ക്രാപ്പ് സോൾഡ്. ഇതും രണ്ടാമത്തെ പ്രോസസ്സിലും സ്ക്രാപ്പ് എന്ത് തന്നെയാണ്? 10% ആണ്. അതും ടോട്ടൽ എമൗണ്ട്, ടോട്ടൽ ഇൻപുട്ടിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 920ൽ 10% കാൽക്കുലേറ്റ് ചെയ്യുക. 920 ഇൻറ്റു 10/100. 92 ക്വാണ്ടിറ്റി കോളത്തിൽ എഴുതി. ഇനി ഈ 92 ഇൻറ്റു, ഇനി എങ്ങനെയാണ് സ്ക്രാപ്പ് വിറ്റിരിക്കുന്നത്? പ്രോസസ് ബിയിലെ സ്ക്രാപ്പ് ₹200 per ton എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 92 ഇൻറ്റു 200. സെക്കൻഡ് പ്രോസസ്സിലെ സ്ക്രാപ്പ് സെയിൽ ചെയ്തിരിക്കുന്നത് 200-നാണ്. 18,400 എമൗണ്ട് കോളത്തിലേക്ക് 18,400. ഓക്കെ, ഇനി നമുക്ക് ഈ ടോട്ടൽ എമൗണ്ട് ഇവിടെ എഴുതാം. 920 and 1,72,000. ഇനി ഇത് എന്താണ്? രണ്ട് പ്രോസസ്സാണ് ഉള്ളത്. അപ്പോൾ ലാസ്റ്റ് വരുന്നത് ഫിനിഷ്ഡ് സ്റ്റോക്ക്. ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ 920ൽ നിന്ന് ലോസ് ഇൻ വെയിറ്റും സ്ക്രാപ്പും ലെസ് ചെയ്യുക. -46 മൈനസ് 92. അപ്പോൾ 782 ആണ് ഔട്ട്പുട്ട് യൂണിറ്റ് വരുന്നത്. 782. ഇനി ഇതിൻ്റെ റേറ്റ് എങ്ങനെ നോക്കാം? 1,72,000-ൽ നിന്ന് 18,400 ലെസ് ചെയ്യാം. 1,72,000-ൽ നിന്ന് 18,400 ലെസ് ചെയ്യാം. അപ്പോൾ 1,53,600. 1,53,600. ഓക്കെ, ഇനി കോസ്റ്റ് പെർ യൂണിറ്റ് 1,53,600 ഡിവൈഡഡ് ബൈ 782. 196.41. 196.419 വരുന്നുണ്ട്. അപ്പോൾ 42 എന്ന് എടുക്കാം. 42 കോസ്റ്റ് പെർ യൂണിറ്റ്. ഇതാണ് പ്രോസസ്സ്, രണ്ട് പ്രോസസ്സിൻ്റെ അക്കൗണ്ട്. പ്രോസസ്സ് എ അക്കൗണ്ടും പ്രോസസ്സ് ബി അക്കൗണ്ടും. ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് മെറ്റീരിയൽസ് എഴുതി റേറ്റിൽ ഇൻപുട്ട് എത്രയാണെന്ന് നോക്കി ടോട്ടല്. പിന്നെ ലോസ് ഇൻ വെയിറ്റ് അത് 5% ആണ് ടോട്ടൽ ഇൻപുട്ടിൽ. അതുപോലെ സ്ക്രാപ്പ് അതും ടോട്ടൽ ഇൻപുട്ടിൽ 10%. പിന്നെ ബാലൻസിങ് ഫിഗറാണ് പ്രോസസ് ബി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത് കണ്ടുപിടിക്കുന്നത്. ഓക്കെ.
താങ്ക് യു.